ഷാഫി പറമ്പിൽ എംപിക്കെതിരെ CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഇന്നെടുത്തിട്ട വിഷയം ആരോപണമോ അതോ വ്യക്തിയാധിക്ഷേപമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അതിഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു തെളിവുമില്ലാതെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ശബ്ദിക്കുന്ന തെളിവുകളുടെ പിൻബലമുണ്ടായിരുന്നു. എന്നാൽ സമാനമായി സാധൂകരിക്കാവുന്ന തെളിവുകളൊന്നും ഷാഫിക്കെതിരെ സുരേഷ് ബാബു ഉയർത്തിയ വിഷയത്തിൽ നിലവിലില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആകെ പ്രതിരോധത്തിലായ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് പിടിച്ചു നിൽക്കാനും തിരിച്ചടിക്കാനുമാണോ CPIM ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം സഹായകമാവുക? ആദ്യമാർഡി എക്സ്ട്രാ. രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കുന്നത് ഷാഫി പറമ്പിലാണെന്ന് വിശദീകരിക്കുകയാണ് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. രാഹുൽ ചെയ്തത് ഒരു തരത്തിലും അംഗീകരിക്കാനാകുന്നതല്ലെന്ന് പരസ്യമായി പറയാൻ ഷാഫിക്കാകുമോ എന്നാണ് CPIM ജില്ലാ സെക്രട്ടറി ചോദിക്കാൻ ശ്രമിച്ചത്. സസ്പെൻഷനിൽ ഒതുക്കാതെ രാഹുലിനെതിരെ ശക്തമായ തുടർ നടപടി പാർട്ടി സ്വീകരിക്കണമെന്ന് പറയാൻ ഷാഫി തയ്യാറാകുമോ എന്നും സുരേഷ് ബാബു ചോദിച്ചു. അതിനൊന്നും ഷാഫി തയ്യാറാകാത്തതിന്റെ കാരണമെന്ന നിലയിലാണ് CPIM ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം. കൂട്ടുകച്ചവടം നടക്കുന്നതിനാലാണ് രാഹുലിനെതിരെ ഷാഫി സംസാരിക്കാത്തതെന്നും CPIM ആരോപിക്കുന്നു. CPIM ജില്ലാ സെക്രട്ടറിയുടെ ആരോപണത്തിന് അതേ ഭാഷയിൽ മറുപടി പറയാനില്ലെന്നാണ് ഷാഫിയുടെ മറുപടി. ഇത്തരം വ്യക്തിപരമായ അധിക്ഷേപങ്ങളാണോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPIM സ്വീകരിക്കുന്ന രാഷ്ട്രീയമെന്നും ഷാഫി ചോദിക്കുന്നു. തനിക്കെതിരെ ആദ്യമുയർത്തിയ ആരോപണങ്ങളൊന്നും വിജയിക്കാതെ വന്നതോടെയാണ് ജില്ലാ സെക്രട്ടറിയെ ഉപയോഗിച്ചുള്ള ഇത്തരം അധിക്ഷേപമെന്നും ഷാഫി. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് പാലക്കാടും പുതിയ തലങ്ങളിലുള്ള ചർച്ചകളിലേക്കാണ് ഷാഫിക്കെതിരായ CPIM ആരോപണം വഴി തുറന്നിടുന്നത്. RD എക്സ്ട്രാ ന്യൂസ് മലയാളം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഷാഫി പറമ്പിലിന് കൂട്ടുകച്ചവടമാണെന്നായിരുന്നു CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ആരോപണം. നല്ലൊരാളെ കണ്ടാൽ ബംഗളൂരു ട്രിപ്പ് അടിക്കാമോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഹെഡ് മാസ്റ്ററായ ആൾ ചോദിക്കുന്നതെന്നും സുരേഷ് ബാബു പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. ഇയാളുടെ ഒരു നേതാവ് ഹെഡ് മാഷായിട്ടുള്ള ആളാരാ? ഇയാളിനെ MLA ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ്. ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ്. പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. EN സുരേഷ് ബാബു നടത്തിയത് ആരോപണമല്ല, അധിക്ഷേപമാണ് എന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ മറുപടി. നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കും. തന്നെ വർഗീയവാദിയാക്കാനായിരുന്നു ആദ്യം ശ്രമിച്ചത്. അത് ഏശാഞ്ഞപ്പോഴാണ് പുതിയ ആരോപണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ആരോപണം എന്ന് പറയുന്നതിന് പകരം അതൊരു അധിക്ഷേപം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ പറയുന്ന ആളുകൾ ഉൾപ്പെടെ വർഗീയവാദിയാക്കാനാണ് ആദ്യം ശ്രമിച്ചത്. അതിനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം അത് ഏശാഞ്ഞിട്ടാണ് വേറൊരു കാര്യം കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം അതിനൊന്നും ആ വാക്കുകൊണ്ടൊരു മറുപടി അറിയിക്കുന്നില്ല. മറിച്ച് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നു, ഇതാണോ CPMന്റെ രാഷ്ട്രീയം? CPM 2026 കരുതി വെച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ അവരുടെ രാഷ്ട്രീയ ടൂൾ എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത്, രാഷ്ട്രീയ തന്ത്രം ഇതെന്ന് പറയുന്നത് ഇതാണോ എന്നുള്ളത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഷാഫിയുടെ മറുപടിക്ക് പിന്നാലെ വീണ്ടും വെല്ലുവിളിയുമായി സുരേഷ് ബാബു രംഗത്തെത്തി. പറയേണ്ടത് പറയാൻ ശേഷിയുള്ളത് കൊണ്ടാണ് പറഞ്ഞതെന്ന് സുരേഷ് ബാബു പറഞ്ഞു. ഷാഫി പറമ്പിൽ നിയമപരമായി പോകുന്നെങ്കിൽ പോയിക്കോട്ടെ എന്നും സുരേഷ് ബാബു പറഞ്ഞു. പറയേണ്ടടുത്ത് പറയാനുള്ള ശേഷിയുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? പറയേണ്ടടുത്ത് പറയാൻ പ്രാപ്തിയും ശേഷിയുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ഞാനതിൽ ഒരു കാര്യം വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഉപയോഗിച്ചത്. പേരുപയോഗിക്കാതെ ഹെഡ്മാഷ് എന്ന് പറഞ്ഞു. മാധ്യമങ്ങൾ ഇന്നാളാണെന്ന് ചൂണ്ടിക്കാണിച്ചു. അയാളെ പോയി കണ്ടപ്പോൾ ഞാൻ തന്നെ അത് എന്ന് ഉറപ്പിച്ചു. ഇനി ഞാനത് നിഷേധിക്കേണ്ട കാര്യമില്ല. അത് വെല്ലുവിളിക്കട്ടെ ഷാഫി, എന്നാ നമുക്ക് നോക്കാമെന്ന് വെല്ലുവിളിക്കട്ടെ. നിയമത്തിന് പോട്ടെ. സരീഷ്, എന്തായാലും നമ്മൾ സ്വാഭാവികമായും അവിടെ വലിയ ഒരു തിരിച്ചടി കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചവിടെ എത്തി. കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ, അല്ലെങ്കിൽ A ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേക താല്പര്യത്തോടെ തന്നെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സ്വീകരണമൊക്കെ മറ്റൊരു തരത്തിൽ ഒരു എന്താണ് ആ നിലയ്ക്ക് നേരിട്ട് കോൺഗ്രസ് വന്നിട്ടല്ലെങ്കിൽ കൂടി ആ നിലയ്ക്കൊരു സ്വീകരണം അവിടെ ലഭ്യമാവുന്ന സ്ഥിതിയുമൊക്കെ ഉണ്ടായി. അപ്പോൾ എന്നിട്ട് പോലും അവിടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാടുപെടുന്ന സമയത്താണ് സുരേഷ് ബാബുവിൻ്റെ CPIM ജില്ലാ സെക്രട്ടറിയുടെ ഈ പരാമർശം വരുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നിശ്ചയമായിട്ടും ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ പറഞ്ഞതാണ് ശരി എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ഷാഫി പറഞ്ഞത് വളരെ കൃത്യമായിട്ടും ശരിയാണ്. അതായത് ഇത് ആരോപണമല്ല, അധിക്ഷേപമാണ്, വ്യക്തി അധിക്ഷേപമാണ്. ഷാഫി പറമ്പിൽ എന്ന MP-യെ KSU കാലം തൊട്ട്, വിദ്യാർത്ഥി കാലം തൊട്ട് രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് വന്ന, പൊതുപ്രവർത്തകനായിട്ട് വന്ന MLA ആയിരുന്ന, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കോൺഗ്രസിൻ്റെ യുവനേതാക്കൾ ഏറ്റവും പ്രധാനിയായിരിക്കുന്ന ഒരു നേതാവിനെതിരെ
CPM-ന്റെ ജില്ലാ സെക്രട്ടറി എന്ന വലിയ പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു കാരണവുമില്ലാതെ ഒരു കാര്യവും വ്യക്തമാക്കാതെ ഒരു അധിക്ഷേപം, വ്യക്തിയധിക്ഷേപം നടത്തുകയാണ്. അതും അങ്ങേയറ്റം നിന്ദ്യമായുള്ള അധിക്ഷേപമാണ്. കാരണം അത് ലൈംഗികമായിട്ടൊരു ദുർപ്രവൃത്തിയെ ലക്ഷ്യം വെച്ചിട്ടാണല്ലോ ഈ പറഞ്ഞിരിക്കുന്നത്. എന്ത് തെളിവാണുള്ളത്? ഒരു തെളിവുമില്ല. എന്തെങ്കിലും കാര്യം കൃത്യമായിട്ട് പറഞ്ഞോ? ഇല്ല. EN സുരേഷ് ബാബു ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയായിട്ടുള്ള, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന KJ ഷൈൻ ടീച്ചറുടെ ഫേസ്ബുക്ക് പേജ് എടുക്കുക. എന്നിട്ട് ആ ഫേസ്ബുക്ക് പേജ് എടുത്തിട്ട് അതിന് താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരെഴുതിയിരിക്കുന്ന പോസ്റ്റുകൾ വായിക്കുക. ഒരു കാര്യവുമില്ലാതെ വ്യക്തിപരമായിട്ട് ദുരാരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ആളുകളെ ഡീഗ്രേഡ് ചെയ്ത് കളയാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ KJ ഷൈൻ ടീച്ചർ വളരെ വ്യക്തമായിട്ട് തന്നെയും എഴുതിയിട്ടുണ്ട്. അതിനകത്ത് നല്ല സർട്ടിഫിക്കറ്റുകൾ തിരയുന്നവരോടൊന്നോ മറ്റോ പറഞ്ഞൊരു ഒരു പോസ്റ്റുണ്ട്. അത് കൃത്യമായിട്ട് സുരേഷ് ബാബു പറ്റുമെങ്കിൽ രണ്ടോ മൂന്നോ തവണ എടുത്ത് വായിക്കണം. എന്നിട്ട് എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് പൊതുസമക്ഷത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഇത്രക്ക് യാതൊരു തെളിവുമില്ലാതെ അനാവശ്യമായിട്ട് കുറ്റം പറയുന്നത് എന്തുകൊണ്ട് ശരിയല്ലാതാകുന്നു? എന്തുകൊണ്ടത് നിന്ദ്യമായ കാര്യമാണ്, ശരിയല്ലാത്ത കാര്യമാണ്? പൊതുപ്രവർത്തകർ പോയിട്ട് സാധാരണ പൊതുപ്രവർത്തനം നടത്താത്ത ആളുകൾക്ക് പോലും ചേർന്നതല്ല ഈ കുറ്റം പറച്ചിൽ. ഇങ്ങനെ വസ്തുതയില്ലാത്ത ഇത്തരം ദുരാരോപണങ്ങൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ഉപകരിക്കും KJ ഷൈൻ ടീച്ചറുടെ പോസ്റ്റുകൾ. പിന്നെ ഇതിനകത്ത് ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കുറ്റത്തിന് ഷാഫി പറമ്പിൽ ഉത്തരവാദിയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം വേറെയാണ്. അയാൾ വേറൊരു കേസാണ്. അയാൾ ചെയ്തിരിക്കുന്ന അതിനിന്ദ്യമായിട്ടുള്ള കുറ്റകൃത്യത്തിൻ്റെ തെളിവുകൾ നമ്മുടെ കൈവശമുണ്ട്. മാധ്യമങ്ങൾ കണ്ടതാണ്, കേരള സമൂഹം കേട്ടതാണ്. എന്തുമാത്രം കുഴപ്പം പിടിച്ച കാര്യങ്ങളാണ് ഇയാൾ ചെയ്തതെന്ന്. അയാൾക്കെതിരെ ഒരു പരാതി പോലും ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. അയാൾക്കെതിരെ ഒരു പരാതി പോലും രേഖാമൂലമോ വാക്കുമൂലമോ ഇല്ലാതിരുന്നിട്ട് പോലും അയാളുടെ പാർട്ടി അയാൾക്കെതിരെ നടപടിയെടുത്തു. എന്ന് വെച്ചാൽ അത്രക്ക് ഭീകരമായിട്ടുള്ള വലുപ്പമുള്ള കുറ്റമാണ് അയാൾ ചെയ്തത്. ആ കുറ്റത്തെ സമീകരിച്ചു കൊടുക്കുകയാണ് ES സുരേഷ് ബാബു. ഷാഫി പറമ്പിലെ ചുമ്മാ ഒരു കാര്യമില്ലാതെ ഷാഫി പറമ്പിൽ എന്ത് ആരോപണമുള്ളത്? എന്തെങ്കിലും തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പോലെ വന്നോ? അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും ഇതുവരെ കേരള രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഇതുവരെ ഷാഫി പറമ്പിലെതിരെ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്? അദ്ദേഹം വളരെ ചെറുപ്പക്കാരനായിട്ട് വന്ന ആളാണല്ലോ. ആളുകളോട് വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകുന്ന. അപ്പോൾ രാഷ്ട്രീയമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വർഗീയ പരാമർശങ്ങൾ നടത്തിയെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശൈലജ ടീച്ചർക്ക് മത്സരിച്ചപ്പോൾ CPM വലിയ തോതിൽ ആക്ഷേപമായിട്ട് വന്നിട്ടുണ്ട്, വിമർശനം. അത് ഏത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെയും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഉണ്ടാകുമല്ലോ. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പോരാട്ടവും വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം KK ശൈലജയും ഷാഫി പറമ്പിലും മത്സരിക്കുന്നു. വടകര പോലൊരു സ്ഥലത്ത് ഉണ്ടാകാവുന്ന സാധാരണ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്, അസാധാരണവും ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഒരിക്കൽ പോലും ഇങ്ങനെ വഴിവിട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് കുറ്റാരോപണം നേരിടാത്ത ഒരാൾക്കെതിരെ അനാവശ്യമായിട്ട് വന്നിട്ട് പറയുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ES സുരേഷ് ബാബുവിനെ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഏതെങ്കിലും നിസ്സാരക്കാരനായ ഒരാളല്ല പറഞ്ഞത്. ഒരു DYFIയുടെയോ SFIയുടെയോ നേതാവോ അല്ലെങ്കിൽ ആ പ്രാദേശികമായിട്ട് ഒരാളോ അല്ല പറഞ്ഞു. ഒരു ഈ ഷാഫി പറമ്പിൽ MP ആയിരിക്കുന്ന MLA ആയിരുന്ന അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ഈ പറഞ്ഞതെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങേയറ്റം മോശമായി പോയി. CPM-ന്റെ സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെ തിരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. അതായത് സനീഷ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ എന്തുകൊണ്ടാണ് കർശനമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതായത് പുറത്തു വന്ന തെളിവുകൾക്ക് അപ്പുറത്ത് തെളിവുകൾ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം. അതുമാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ആ തെളിവുകളെല്ലാം ഉണ്ട്, അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. അവിടെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏറ്റവും ശക്തമായി സംരക്ഷിച്ചു പോകുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ്. ആദ്യഘട്ടത്തിലായിക്കോട്ടെ, പിന്നീട് ഇപ്പോഴായിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ ഈ വിഷയത്തിലൊരു നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഒരു കർശനമായ ഒരു സ്ഥിതി ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും കണ്ടിട്ടില്ല. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും ആവർത്തിച്ച് ഷാഫി പറമ്പിലിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു. എപ്പോഴൊക്കെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യത്തിലും ഒരു കൃത്യമായ ഉത്തരം തരാൻ ഷാഫി പറമ്പിൽ ഒരു ഘട്ടത്തിലും തയ്യാറായില്ല. നമുക്കെല്ലാവർക്കും അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിൻ്റെ അനന്തരാവകാശി എന്ന മട്ടിലാണ് ആ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തുന്നത് എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നതും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നതും ഷാഫി പറമ്പിൽ തന്നെയാണെന്ന് നമുക്കറിയാം. ഒരു ഗ്രൂപ്പാണ്, ഒറ്റ ചങ്കാണ്, ഒരുമിച്ചേ തീരുമാനങ്ങൾ എടുക്കൂ, സഹോദര തുല്യൻ എന്നിവർ പരസ്പരം പറയുന്നുമുണ്ട്. ആ ഘട്ടത്തിലൊന്നും ഷാഫി പറമ്പിൽ കൃത്യമായി ഈ പുറത്തു വന്ന ശബ്ദത്തെക്കുറിച്ചോ ഈ ഓഡിയോയെക്കുറിച്ചോ ഈ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ചോ ഒരു നിലപാടും പരസ്യമായി പറയാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, സംഘടനയ്ക്കുള്ളിലും അതിശക്തമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനുള്ള നിലപാടെടുത്തു. അക്കാര്യത്തിൽ VD സതീശനെ അടക്കം തള്ളിപ്പറയാനും തയ്യാറായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ വിഷയത്തിൽ നമുക്ക് വിമർശിക്കാം, ഷാഫി പറമ്പിലിനെ വിമർശിക്കാം, അത് സുരേഷ് ബാബുവിനും വിമർശിക്കാം, CPIM-നും വിമർശിക്കാം, ആർക്കും വിമർശിക്കാം. ആ കാര്യത്തിൽ ധാർമ്മികമായ ഒരു നിലപാടല്ല ഷാഫി പറമ്പിൽ സ്വീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ
ആർക്കെങ്കിലും തർക്കമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കോൺഗ്രസിനുള്ളിൽ പോലും ആ നിലയ്ക്ക് വലിയ തർക്കമുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഇവിടെ ഒന്നുമല്ലാത്ത ഒരു ആരോപണമല്ല, അധിക്ഷേപം, അത് ഷാഫി പറമ്പിലിനെതിരെ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി ഉന്നയിക്കാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം തെളിവുണ്ടാവണം. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്നത് പോലെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം അദ്ദേഹം സംസാരിക്കാൻ. അങ്ങനെ ഒരു സംഗതിയില്ല. അല്ലെങ്കിൽ തന്നെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒന്നാമത് ആ തെളിവാണ് മുന്നോട്ട് വയ്ക്കേണ്ടത്. അല്ലാതെ ഇത് തോന്നിയാസമാണ്. ആളുകളെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തുക എന്നത് അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായി എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? അതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് ഒരു കാരണവശാലും CPIM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറി ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, ആത്യന്തികമായി ഇതാരെയാണ് സഹായിക്കുക? അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെയാണ് സഹായിക്കുക. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കൊടി പിടിച്ച് തെരുവിലിറങ്ങാൻ ഒരു പരിമിതി ഉണ്ടായിരുന്നു അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക്. ഇതിപ്പോൾ ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ട് കൊടി പിടിച്ച് അവിടെ തെരുവിലിറങ്ങാം. അതിലൂടെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ ഒന്ന് ഉറപ്പിക്കാൻ പറ്റും. ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എനിക്ക് എൻ്റെ ഒരു പ്രതീക്ഷ ശരിയാണെങ്കിൽ ഇപ്പോൾ പരാതിക്കാരില്ല, തെളിവുകളേ ഉള്ളൂ. അത് ധാർമ്മികമായി എത്രത്തോളം കോൺഗ്രസിനെ ബാധിക്കും, കോൺഗ്രസ് ആ ധാർമ്മികതയിൽ എത്രത്തോളം ഉറച്ചു നിൽക്കും എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എൻ്റെ ഒരു വിശ്വാസം വൈകാതെ തന്നെ ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പോലെയുള്ളവരുടെ, KC വേണുഗോപാലിനെ പോലെയുള്ളവരുടെയൊക്കെ ഒരു പിന്തുണ ലഭ്യമാകുന്ന സ്ഥിതി ഉണ്ടായാൽ വേറെ പ്രത്യേകിച്ചൊന്നും രാഹുൽ മാങ്കൂട്ടത്തിലും സംഭവിക്കാനില്ല എന്നുള്ള സ്ഥിതിയായിരിക്കും ഉണ്ടാവുക. പക്ഷേ അതിന് കുറെ കൂടി വേഗം കൂട്ടുന്ന തരത്തിലുള്ള ഒരു നടപടി CPIM-ന്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട കാര്യമുണ്ടോ? അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടെ, ഈ രാഷ്ട്രീയക്കാരെല്ലാവരും കൂടെ ചെയ്യുന്ന, ഇപ്പോൾ സുരേഷ് ബാബു അവരുടെ കൂട്ടത്തിലാണ്, ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ, ഇവരെല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു കാര്യം ഇതിനെ സാധാരണീകരിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാ ദിവസമായിട്ട് പറയുന്നതാണ് ഇത് സാധാരണീകരിച്ച് കളയുക. അതായത് എല്ലാവരും ഇങ്ങനെയാണല്ലോ എന്ന് പറയാം. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇത് പറയാൻ പറ്റുക? അതായത് ഷാഫി പറമ്പിലൊക്കെ എങ്ങനെ മനുഷ്യരോട് ഇടപെടുന്നു നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നല്ലേ. നമ്മൾ റിപ്പോർട്ടർമാരായിട്ട് പോകുമ്പോൾ ഈ മനുഷ്യരോടൊക്കെ റോഡിൽ അയാൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ? മറ്റേയാളുടെ സ്ഥിതി അതാണോ? പ്രായ വ്യത്യാസമില്ലാതെ മനുഷ്യരോട് ഇങ്ങനെ മോശമായിട്ട് ഇടപെടുന്നുവെന്ന് അയാളുടെ പാർട്ടിയുടെ ലീഡർഷിപ്പിന് തന്നെ പരാതി വന്നു എന്ന് വാർത്ത ഇഷ്ടം പോലെ വരികയാണ്. പലരും പറയുകയാണ്. നിങ്ങൾ കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖം ഹർഷം കണ്ടു. എന്ത് കൃത്യമായിട്ടാണ് അദ്ദേഹം ആ കാര്യം പറയുന്നത്. അതായത് പൊതുപ്രവർത്തകർ എന്തുകൊണ്ട് ഇങ്ങനെ ആകണം? അതായത് പൊതുപ്രവർത്തകർക്ക് എങ്ങനെ ജലത്തിൽ മത്സ്യം എന്ന പോലെ അദ്ദേഹത്തിൻ്റെ വാക്കല്ല, ജലത്തിൽ മത്സ്യം എന്ന പോലെ ഇടപെടാൻ പറ്റണം. ആൺപെൺ വ്യത്യാസമില്ലാതെ മനുഷ്യർക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഞാൻ കണ്ട ഷാഫി പറമ്പിൽ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അയാളെപ്പോലെ അത്യാവശ്യം അദ്ദേഹത്തെ പോലെ അത്യാവശ്യം കൊള്ളാവുന്നൊരു മനുഷ്യനെ, ഒരു നേതാവിനെ ഈ മട്ടിൽ ചിത്രീകരിച്ചിട്ട് മറ്റേയാൾക്ക് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള കാര്യം ചെയ്ത മറ്റേയാൾക്ക് സൗകര്യമായി കൊടുക്കുകയാണ്. ഇവരെല്ലാം ഒരുപോലെയാണെന്ന് പറയാണ്. എന്തൊരു വർത്തമാനമാണ് അത്? എങ്ങനെയാണ് ഒരാൾക്ക് പറയാൻ? അതിനകത്ത് ഷാഫി പറമ്പിലിനെതിരെ ഉയർത്തേണ്ട വിമർശനം രാഷ്ട്രീയമായ വിമർശനമാണ്. ഈ വിഷയത്തിൽ വേണ്ട ധാർമ്മികത ഉയർത്തിപ്പിടിച്ചിട്ടില്ല ഷാഫി പറമ്പിൽ എന്നുള്ളതാണ്. അതല്ലാതെ ഇല്ലാത്ത കഥകളോ അല്ലെങ്കിൽ തെളിവില്ലാത്ത കാര്യമോ വെറുതെ ഇങ്ങനെ കൊണ്ടുവരികയല്ല വേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അധിക്ഷേപ പരാതികളിലും അയാൾ ഇരകളാക്കിയ സ്ത്രീകൾ പുറത്തുവിട്ട തെളിവുകളും പ്രായഭേദമില്ലാതെ സഹപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളായ സ്ത്രീകളെ അടക്കം ലൈംഗിക ഉദ്ദേശത്തോടെ സമീപിച്ചതായി കോൺഗ്രസ് നേതൃത്വത്തിന് നേരിട്ട് കിട്ടിയ പരാതികളും പാലക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്താകെ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താവുന്ന മികച്ച ആയുധങ്ങളൊക്കെ തന്നെയാണ് ആ നിലയ്ക്ക് CPIM-ന്റെ കയ്യിലുള്ളത്. അപ്പോഴാണ് CPIM-ന്റെ ജില്ലാ സെക്രട്ടറി ഷാഫിയെ ഉന്നമിടുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് ഇത്തരമൊരു ആരോപണം യാതൊരു തെളിവുമില്ലാതെ ഉന്നയിച്ചത് അവിശ്വസനീയമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുന്ന ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് വടി കൊടുക്കാൻ CPIM ജില്ലാ സെക്രട്ടറിയെ പ്രേരിപ്പിച്ചത് എന്താകും? KJ ഷൈൻ ടീച്ചർക്കെതിരെ KM ഷാജഹാനെ പോലൊരു തരംതാണ യൂട്യൂബർ അടുത്തിടെ ഉന്നയിച്ച അധിക്ഷേപവും ഇതും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് RDX അതിശയിച്ചു പോവുകയാണ്. എന്തായാലും ഇന്നത്തെ ആരോപണത്തിലും മറുപടിയിലും പാലക്കാട്ടെ വിഷയം അവസാനിക്കില്ല എന്നുറപ്പാണ്. തനിഷ്, ഇക്കാര്യത്തിൽ നിയമപരമായ നടപടിയിലേക്കാണ് ഷാഫി പറമ്പിൽ പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ നേരിടാം എന്നാണല്ലോ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. നിയമപരമായ നടപടിയിലേക്ക് തന്നെ പോകണം എന്നാണ് പറയാനുള്ളത്.